ഇതാണ് സദാശിവപുരം. ഇത് വീരയുടെ അച്ഛന്റെ ഉടമസ്ഥതയിലായിരുന്നു. പിന്നീട് അദ്ദേഹം ജനങ്ങൾക്കായി വിട്ടുകൊടുത്തു. ആരെതിർക്കാൻ? ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് ആരെതിർക്കാനാ? ആ വീരയാണ് അതിനെ എതിർക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കാര്യത്തിന് ആ വീര സമ്മതിക്കും. ജനങ്ങളുടെ പ്രയോജനമല്ല, ആ സ്ഥലം ഒഴിപ്പിച്ചെടുക്കലാണ് നമ്മുടെ ആവശ്യം. ഇതാണ് നമുക്ക് വേണ്ട സദാശിവപുരം. അടുത്ത് കാണുന്നത് ഗോദാവരി നദി. ഈ തെർമൽ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ നാട് നമ്മുടേതാവും. ഈ നദി കൂടെ വരുതിക്ക് വരും. പിന്നെ പോയിസനാണ് ഒഴുകാൻ പോകുന്നത്. അച്ഛനെയും അമ്മയും കാളാ വീരയ്ക്ക് നാട്ടുകാരാ വലുത്. വീരയെ ഒതുക്കുന്നത് കൊണ്ട് ഞാൻ ഈ ഡീലിന് സമ്മതിക്കുന്നു. മോനെ കഴിക്കും മോനെ. കണ്ണു കാണാൻ വയ്യട നിനക്ക്. അന്നത്തെ ചെളി തെറിപ്പിച്ചില്ലേടാ, മണ്ട തെറിച്ചു പോടാ പട്ടി. എന്താണ് ധിക്കാരം പറയുന്നേ? പാവപ്പെട്ടവർ അവരുടെ നിലയ്ക്ക് നിന്നോളണം. നാവെടുത്ത് മിണ്ടാണല്ലോ. പോടാ പോ. സ്ത്രീയാണെന്ന് കൂടി നോക്കാതെ കാർ ഓടിച്ചോടാ. പാവങ്ങളുടെ ഹൃദയ ദൈവം വീര ചോദിച്ചോളൂടാ നിന്നെ പോലെയുള്ള നീചന്മാരോടൊക്കെ. ഏയ്, ഞാൻ ആരാണെന്നറിയാമോ? വിജയ് ശ്രീനിവാസ്, സൺ ഓഫ് ലക്ഷ്മി ശ്രീനിവാസ്. ഞങ്ങൾ ചെയ്യാത്ത ബിസിനസ് ഇല്ല, ഞങ്ങൾക്കില്ലാത്ത ഫാക്ടറി ഇല്ല. അഡ്രസ് പറഞ്ഞാ നീ പിടിക്കപ്പെടും. ഇവിടെ മിസ്സായ നിന്റെ വീട് തേടി വന്ന് തൊലയ്ക്ക് ഞാൻ. എന്ത് തൊലയ്ക്കുന്നോ? വെറുതെ ആരെയും തല്ലില്ലെന്ന് ഞാൻ അനിയത്തിക്ക് വാക്കുകൊടുത്തു പോയതാ. എന്റെ നാടിനോട് കളിക്കുന്നവരോട് ഞാൻ രാജിയാകില്ലെന്ന് അച്ഛനും വാക്കുകൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വാക്ക് ഞാൻ നടപ്പാക്കുക. ആണോ? ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ? നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്ക്. അതുപോലെ എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് നീ മുന്നോട്ടൊന്ന് നോക്ക്. ഞാൻ ക്ഷമ പറയാൻ വന്നവനല്ല, ആരാന്ന് കാണിച്ചു തരാം നിനക്ക്. അമ്മയുടെ വിലയും ചോറിന്റെ വിലയും മനസ്സിലാകാത്ത നിനക്കങ്ങനെ പാവങ്ങളുടെ വില മനസ്സിലാവും? പാവങ്ങളുടെ കുടിലും കൃഷിസ്ഥലങ്ങളും നശിപ്പിച്ചിട്ട് നീ ഇവിടെ ഫാക്ടറി കിട്ടാൻ വന്നിരിക്കുക അല്ലടാ. നീ ആരാണത് പറയാൻ? ഈ നാട് നിന്റെ അപ്പന്റെ സ്വത്താ. അങ്ങനെയാണെങ്കിൽ നിന്റെ അപ്പന്റെ സ്വത്താ. ഞാൻ നിന്നെ ഒന്ന് അടിച്ചാലുണ്ടല്ലോ, തിരിച്ചടിക്കാന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ടാവില്ല. കത്തിയെടുക്കാന്ന് വിചാരിക്കും, എടുക്കാൻ കഴിയില്ല. അയ്യോ, എനിക്ക് ഈ നിലയൊക്കെ എങ്ങനെ വന്നു എന്ന് നീ ആലോചിക്കും. അപ്പം മനസ്സിലാകും നിനക്ക് ജീവിക്കുന്നതിനേക്കാൾ ചാകുന്നതാ നല്ലതെന്ന്. ഇത് വീണ്ടും ആവർത്തിച്ച കൊത്തി നുറുക്കും ഞാൻ.